പ്രേം നസീറിന്റെ അവസാന കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിലൊന്ന്. നമ്മുടെ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ചൊരു സിനിമ, വളരെ മികച്ച പാട്ടുകളുള്ളൊരു സിനിമ. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈ സിനിമയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബോളിവുഡിൽ നിന്നുള്ള അന്നത്തെ ഒരു വെറ്ററൻ മ്യൂസിക് ഡയറക്ടറായിരുന്നു ഈ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് നൌഷാദ് അലി. ഈ സിനിമയിൽ 6 പാട്ടുകളാണുള്ളത്. ഇതിൽ 6ഉം ഹിറ്റായിരുന്നു എന്ന് പണ്ടത്തെ TV ഷോകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ മാഗസിനുകളിൽ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പോയിട്ട് ഈ സിനിമയിലെ 6 പാട്ടും ഒന്ന് കേട്ടു നോക്കണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശ്വാസം വരും. ഇനിയിപ്പോ 6 പാട്ടുകളൊന്നും പോയി കേൾക്കാൻ വയ്യ മാഷ എന്നാണെങ്കിൽ എന്റെ ഫേവറേറ്റ് 2 പറഞ്ഞു തരാം, അതൊന്ന് കേട്ടു നോക്ക്. ആദ്യത്തേത് യേശുദാസ് പാടിയ അനുരാഗലോല ഗാത്രി എന്ന സോങ്. രണ്ടാമത്തത് വീണ്ടും യേശുദാസ് തന്നെ പാടിയ രതിസുഖസാരമായി എന്ന സോങ്. കുറച്ചൊക്കെ 80s മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിരാശരാവില്ല, തീർച്ചയാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു പോയിന്റിൽ വെച്ച് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ആദ്യമായി നമ്മളത് കാണുമ്പോൾ നായകന് തോന്നുന്ന അതേ ഞെട്ടല് നമുക്കും തോന്നും. അതെങ്ങനെ ശരിയാവും എന്ന് നമ്മളും ചിന്തിക്കും. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ ശരിയാവും. സോ ആ ഒരു ട്വിസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സിനിമയും കണ്ടു നോക്കാവുന്നതാണ്. ചിത്രത്തിന്റെ പേര് ധ്വനി. പുറത്തിറങ്ങിയ വർഷം 1988.